നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഉള്ളിയേരി പാലോറമലയിൽ ചെങ്കൽ ഖനനം അനുവദിക്കില്ലെന്ന് പാലോറമല സംരക്ഷണ സമിതി. പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സ്റ്റേറ്റ് NPS എംപ്ലോയീസ് കളക്ടീവിന്റെ മഹാറാലി കോഴിക്കോട്ട്. ദേശീയ വോട്ടർ ദിനത്തോടനുബന്ധിച്ച് ജില്ലാ ഭരണകൂടത്തിന്റെ ആഭിമുഖ്യത്തിൽ മാനാഞ്ചിറയിൽ കാൻഡിൽ ലൈറ്റ് മാർച്ച്. പൗരനെ പ്രജയാക്കി മാറ്റുന്ന ഭരണകൂടങ്ങളെ കരുതിയിരിക്കണമെന്ന് സാഹിത്യകാരൻ കൽപ്പറ്റ നാരായണൻ. MTക്ക് നേരെ വന്ന ആരോപണങ്ങൾക്ക് അദ്ദേഹം മൗനത്തിന്റെ ഭാഷയിൽ ശക്തമായ മറുപടി നൽകിയിരുന്നുവെന്ന് മാധ്യമപ്രവർത്തകൻ A. സജീവൻ. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. ഉള്ളിയേരി പാലോറമലയിൽ ചെങ്കൽ ഖനനം അനുവദിക്കില്ലെന്ന് പാലോറമല സംരക്ഷണ സമിതി. ജിയോളജി വകുപ്പ് ഫലപ്രദമായ അന്വേഷണം നടത്താതെയാണ് ഭൂമാഫിയകൾക്ക് ഖനനാനുമതി നൽകിയതെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഈ മുകൾ പരപ്പ് ഉള്ള കല്ല് ചെങ്കൽ കെട്ടിയെടുത്തു കഴിഞ്ഞാൽ അത് ഈ ജലസ്രോതസ് കംപ്ലീറ്റ് പോകും. തന്നെയല്ല, വയൽനിരപ്പിൽ നിന്ന് ഏതാണ്ട് ഒരു 30-40 മീറ്റർ ഉയരത്തിൽ മലയുടെ ചരിവിൽ ഇപ്പോഴും പുഞ്ചകൃഷി ചെയ്യാൻ പറ്റിയ സാഹചര്യമുള്ളത്. വളരെ റയറായിട്ടുള്ള ജീവികളുടെ ആവാസ കേന്ദ്രം കൂടിയാണ്. ഇത് ഒരു വിഭാഗം ആൾക്കാർ വന്നിട്ട് ഭൂമാഫിയ എന്നൊക്കെ വേണം നമുക്ക് അവരെ വിളിക്കാം. അവര് ചെങ്കൽ ഖനനം നടത്താനുള്ള ശ്രമമാണ്. ഇത് ശ്രദ്ധയിൽപ്പെട്ട സമയത്ത് തന്നെ ഞങ്ങൾ അധികാരികളെ മുഴുവൻ അറിയിച്ചിട്ടുണ്ട്. വേണ്ട രീതിയിൽ പരിശോധനയൊന്നും നടത്താതെ, അല്ലെങ്കിൽ ഇങ്ങനെ ആവശ്യപ്പെട്ട ആൾക്കാർക്ക് യാതൊരുവിധ മറുപടിയും കൊടുക്കാതെ ഇപ്പോ ജിയോളജിക്കാർ ഇവർക്ക് ചെങ്കൽ ഖനനം നടത്താൻ പെർമിഷൻ കൊടുത്തതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത്. കൊയിലാണ്ടി താലൂക്കിലെ ഉള്ളിയേരി, അത്തോളി വില്ലേജുകളിലായി സ്ഥിതി ചെയ്യുന്ന പാലോറമല പ്രദേശത്തിന്റെ ആകെ കുടിവെള്ള സ്രോതസ്സാണ്. ഖനനം നടത്തിയാൽ അപകടമുണ്ടാകാൻ സാധ്യതയുള്ള മലയുടെ മുൻപരപ്പ് അന്വേഷണം നടത്താതെയാണ് ഖനനത്തിനായി അനുവാദം നൽകിയതെന്ന് പാലോറമല സംരക്ഷണ സമിതി ഭാരവാഹികൾ പറഞ്ഞു. ഭൂമാഫിയയാണ് ഇതിനു പിന്നിൽ. ഇപ്പോൾ ചെങ്കൽ ഖനനത്തിന് സംരക്ഷണമൊരുക്കാൻ ഭൂമാഫിയ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഒരു തരത്തിലും പാലോറമലയിൽ ചെങ്കൽ ഖനനം അനുവദിക്കില്ലെന്ന് ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ ജനറൽ കൺവീനർ N. വിശ്വംഭരൻ, രക്ഷാധികാരി ബൈജു കൂമുള്ളി, ഉണ്ണി മുടക്കല്ലൂർ, R. ബാബു കൂമുള്ളി, സുജിത് കുമാർ N തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് സ്റ്റേറ്റ് NPS എംപ്ലോയീസ് കളക്ടീവ് കോഴിക്കോട്ട് മഹാറാലി നടത്തി. NMOPS ദേശീയ സെക്രട്ടറി ജനറൽ G. സ്ഥിതപ്രജ്ഞ ഉദ്ഘാടനം ചെയ്തു. സർക്കാർ ജീവനക്കാർക്ക് ഏർപ്പെടുത്തിയ പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിച്ച് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പദ്ധതി മുഴുവൻ ജീവനക്കാർക്കും നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് സ്റ്റേറ്റ് NPS എംപ്ലോയീസ് കളക്ടീവ് കേരള മഹാറാലി നടത്തി. പങ്കാളിത്ത പെൻഷൻ ജീവനക്കാരും പങ്കാളിത്ത പെൻഷനിൽ നിന്നും വിരമിച്ചവരും സമ്മേളനത്തിൽ പങ്കെടുത്തു. ധനമന്ത്രിക്ക് ജീവനക്കാർ 1000 കത്തുകൾ എഴുതി അയച്ചുകൊടുത്തു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം ദേശീയ തലത്തിൽ പങ്കാളിത്ത പെൻഷനെതിരെ പ്രവർത്തിക്കുന്ന നാഷണൽ മൂവ്മെന്റ് ഫോർ ഓൾഡ് പെൻഷൻ സിസ്റ്റം ദേശീയ സെക്രട്ടറി ജനറൽ G. സ്ഥിതപ്രജ്ഞ ഉദ്ഘാടനം ചെയ്തു. Old pension scheme, it is known as National Movement for Old Pension Scheme. Under its aegis, we could achieve old pension
in Rajasthan, Chhattisgarh, Jharkhand, Himachal Pradesh and Punjab. Earlier, even in Bengal, it never accepted to the new pension scheme and it is still under the old pension scheme. If 5 states can get old pension scheme, why not Kerala? Tell me. If 5 states, Punjab, Rajasthan, Chhattisgarh, Jharkhand, Himachal Pradesh, have reverted back to the old pension scheme and it is possible to give old pension scheme and even in Himachal Pradesh. സംസ്ഥാന പ്രസിഡന്റ് ഷാഹിദ് റഫീഖ് അധ്യക്ഷനായിരുന്നു. വി ഷാജീവ്, ഒ യു ശിഹാബുദ്ദീൻ, ഇ വി വിജേഷ്, ലാസർ പണിക്കശ്ശേരി, കെ പ്രജിത് കുമാർ, പി ഹരീഷ്, നീരജ ഗോപാൽ തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ദേശീയ വോട്ടർ ദിനത്തോടനുബന്ധിച്ച് ജില്ലാ ഭരണകൂടത്തിന്റെ ആഭിമുഖ്യത്തിൽ മാനാഞ്ചിറ മൈതാനത്ത് കാൻഡിൽ ലൈറ്റ് മാർച്ച് നടത്തി. ഫ്ലെയിംസ് ഓഫ് യൂണിറ്റി, ദ വോയിസ് ഓഫ് അവർ വോട്ട് എന്ന പ്രമേയത്തിൽ ഒരുക്കിയ മാർച്ച് ഡെപ്യൂട്ടി കളക്ടർ ശീതൽ ജി മോഹൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ജില്ലാ നാഷണൽ സർവീസ് സ്കീം, NSS ടെക്നിക്കൽ സെൽ, NCC, ജില്ലാ ഇലക്ടറൽ ലിറ്ററസി ക്ലബ്ബ്, ക്യാമ്പസസ് ഓഫ് കോഴിക്കോട്, കുടുംബശ്രീ, നെഹ്റു യുവകേന്ദ്ര, ജില്ലാ സ്വീപ്പ് സെൽ എന്നിവയുടെ സംയുക്ത നേതൃത്വത്തിൽ ഒരുക്കിയ കാൻഡിൽ ലൈറ്റ് മാർച്ച് മാനാഞ്ചിറ മൈതാനം വലം വെച്ച് ടൗൺ ഹാൾ, കോംട്രസ്റ്റ് വഴി പബ്ലിക് ലൈബ്രറിയുടെ മുന്നിലൂടെ മൈതാനത്ത് സമാപിച്ചു. വോട്ടർ രജിസ്ട്രേഷൻ പ്രോത്സാഹിപ്പിക്കൽ, തെരഞ്ഞെടുപ്പ് പ്രക്രിയയെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കൽ, അരാഷ്ട്രീയ വാദങ്ങൾക്കെതിരെ ബോധവൽക്കരണം, യുവജനങ്ങളെ രാഷ്ട്രീയ പ്രക്രിയകളിൽ സജീവമാക്കൽ തുടങ്ങിയ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് പരിപാടികൾ ഒരുക്കിയത്. മാർച്ചിന് ശേഷം ജനങ്ങളെ അണിനിരത്തി ഹ്യൂമൻ ഫോർമേഷൻ ഒരുക്കി വോട്ടർ ദിന പ്രതിജ്ഞയെടുത്തു. തുടർന്ന് നടന്ന വോട്ടർ ബോധവൽക്കരണ പരിപാടി സബ് കളക്ടർ ഹർഷിൽ ആർ മീണ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ജനാധിപത്യത്തെയും ഇന്ത്യ എന്ന റിപ്പബ്ലിക്കിനെയും നിലനിർത്തുന്നത് വോട്ടർമാരാണെന്ന് അദ്ദേഹം പറഞ്ഞു. Voting is not only the most important right that is bestowed upon us, but also is the most important duty as citizens that is put on us. We have the ability to very much formulate the government. ശീതൾ ജി മോഹൻ അധ്യക്ഷത വഹിച്ചു. ക്യാമ്പസസ് ഓഫ് കോഴിക്കോടിന്റെ കീഴിൽ നടന്ന പ്രസംഗ മത്സരം, രംഗോളി മത്സരം, ലഘുചിത്ര മത്സരം, റീൽ നിർമ്മാണ മത്സരം എന്നിവയിലെ വിജയികൾക്ക് ചടങ്ങിൽ സമ്മാനദാനം നിർവഹിച്ചു. ഡെപ്യൂട്ടി കളക്ടർ ബിജു സി, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ CP അബ്ദുൽ കരീം, ജില്ലാ NSS കോർഡിനേറ്റർ ഫാസിൽ അഹമ്മദ്, ഇലക്ടറൽ ലിറ്ററസി ക്ലബ്ബ് കോർഡിനേറ്റർ ഡോക്ടർ നിജീഷ് A എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കാലിക്കറ്റ് പ്രസ് ക്ലബിന്റെ കുടുംബമേള വർണ്ണാഭമായി. വൈകുന്നേരം 2025 എന്ന പരിപാടി മേയർ ബീന ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു. സംഗീത നിശയും വിവിധ കലാപരിപാടികളും അരങ്ങേറി. കാലിക്കറ്റ് പ്രസ് ക്ലബ് കുടുംബമേള വൈകുന്നേരം 2025 വർണ്ണാഭമായി. മലബാർ ക്രിസ്ത്യൻ കോളേജ് ക്യാമ്പസിൽ നടന്ന കുടുംബമേള മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു. ഒരു പക്ഷേ ഇന്നത്തെ കാലത്ത് പല ആരോപണങ്ങളും അവർ നേരിടുമ്പോഴും മറന്നു പോകരുത്, അവരുടെ ഒരു ഇടപെടലാണ് പലപ്പോഴും വലിയ ഒരു കാവലായി സമൂഹത്തിൽ നിൽക്കുന്നത്. ചില പ്രവണതകളെ ചൂണ്ടിക്കാണിച്ചും ചിലതിന് സത്യസന്ധമായ വിവരം നൽകി ജനങ്ങളെ ബോധിപ്പിച്ചും അധികാരികളുടെ കണ്ണ് തുറപ്പിച്ചും ഞങ്ങളെപ്പോലെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ ബാക്കിയുണ്ട് എന്ന് പലപ്പോഴും ഓർമ്മിപ്പിച്ചും റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി ഭരണഘടനയുടെ ആമുഖം ചടങ്ങിൽ ഉയർത്തിക്കാട്ടി. ജീവകാരുണ്യ മേഖലയിലെ മികച്ച സേവനത്തിന് ഫാത്തിമ ഹെൽത്ത് കെയർ ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ KP ഹുസൈൻ, പ്രവാസി വ്യവസായി ശ്രീകുമാർ കോർമത്ത് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. നറുക്കെടുപ്പുകളുടെ ഉദ്ഘാടനവും മത്സര വിജയികൾക്കുള്ള സമ്മാനദാനവും മന്ത്രി AK ശശീന്ദ്രൻ നിർവഹിച്ചു. നടൻ ആസിഫ് അലി, പത്മശ്രീ IM വിജയൻ, തോട്ടത്തിൽ രവീന്ദ്രൻ MLA എന്നിവർ മുഖ്യാതിഥികളായി. വിരമിച്ചവരെ ആദരിക്കൽ ചടങ്ങ് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ TK രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് EP മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. ആംബ്യൂട്ടി ഫുട്ബോൾ ദേശീയ ക്യാപ്റ്റൻ SR വൈശാഖ്, സംവിധായകൻ ജോഫിൻ T ചാക്കോ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് P ഗവാസ്, പ്രസ് ക്ലബ്ബ് സെക്രട്ടറി
PK സജിത്ത്, സംഘാടക സമിതി ജനറൽ കൺവീനർ PS രാകേഷ്, പ്രൈഡ് മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റി CEO ശൈലേഷ് C നായർ, ലുലുമാൾ റീജിയണൽ ഡയറക്ടർ മുഹമ്മദ് ഷരീഫ് മാട്ടിൽ, BLM ഡയറക്ടർ VK സിബി, കമാൽ വരദൂർ, പ്രസ് ക്ലബ് ഭാരവാഹികളായ P പ്രജിത്ത്, A ബിജുനാഥ്, KS രേഷ്മ, സയ്യിദ് അലി ഷിഹാബ്, KUWJ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ M ഫിറോസ് ഖാൻ, രജി R നായർ, മനു കുര്യൻ, MK സുഹൈല, P വിപുൽനാഥ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. പൗരന്റെ പ്രമാണമാണ് ഭരണഘടനയെന്നും ആ പൗരനെ പ്രജയാക്കി മാറ്റി തങ്ങളുടെ ഇംഗിതങ്ങൾ വളഞ്ഞ വഴിയിൽ നടപ്പാക്കാൻ ശ്രമിക്കുന്ന പുത്തൻ ഭരണവർഗങ്ങളെ കരുതിയിരിക്കണമെന്നും സാഹിത്യകാരൻ കൽപ്പറ്റ നാരായണൻ. RJD പേരാമ്പ്ര മേഖല സാംസ്കാരിക വേദി നടത്തിയ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. RJD പേരാമ്പ്ര മേഖല സാംസ്കാരിക വേദി ഭരണഘടന അപ്രസക്തമാകുന്നുവോ എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. സാഹിത്യകാരൻ കൽപ്പറ്റ നാരായണൻ ഉദ്ഘാടനം ചെയ്തു. ഹിംസയുടെ ലോകചരിത്രത്തെ അഹിംസയുടെ ചരിത്രമാക്കിയത് മഹാത്മജിയാണ്. രാജ്യം കാത്തുസൂക്ഷിക്കുന്ന മതേതരത്വം പോലെ തന്നെ രാഷ്ട്രീയേതരത്വവും പ്രധാനമാണ്. കക്ഷി രാഷ്ട്രീയ ഭരണത്തിൽ നിഷ്പക്ഷതയും നീതിബോധവും ഇല്ലാതാവുന്നത് ഭരണഘടന ഉയർത്തിപ്പിടിച്ച് ശക്തമായി തടയാൻ രാജ്യത്തെ പൗരന്മാർക്ക് കഴിയേണ്ടതുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കക്ഷി രാഷ്ട്രീയക്കാരൻ തീർച്ചയായിട്ടും ആ പാർട്ടിയുടെ ഒരു ഭാഗമാണെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഭാഗമാകേണ്ട ഒരാളല്ല എഴുത്തുകാരൻ. അയാൾ ആകുന്നത്ര രാഷ്ട്രീയ ധാരണയുള്ളവനും എന്നാൽ സ്വതന്ത്രനും ആയിരിക്കണം. ഗാന്ധി പറയുന്നത് പോലെ സ്വരാജ് എന്നതിന് ഗാന്ധി പറയുന്ന അർത്ഥം സ്വന്തം ഭാഗതയും സ്വയം നിർണയിക്കാനുള്ള അധികാരമുള്ളവൻ എന്നാണ്. പരിപാടിയിൽ RJD സാംസ്കാരിക വേദി പ്രസിഡന്റ് KG രാമനാരായണൻ അധ്യക്ഷത വഹിച്ചു. സെമിനാറിൽ അഡ്വക്കേറ്റ് രാജീവൻ മല്ലിശ്ശേരി വിഷയാവതരണം നടത്തി. രാഷ്ട്രീയ ജനതാദൾ സംസ്ഥാന വൈസ് പ്രസിഡന്റ് EP ദാമോദരൻ, CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KK ദിനേശൻ, DCC ജനറൽ സെക്രട്ടറി നിജേഷ് അരവിന്ദ്, BJP ഉത്തരമേഖലാ പ്രസിഡന്റ് TP ജയചന്ദ്രൻ, മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി അംഗം CPA അസീസ് എന്നിവർ സംസാരിച്ചു. KK പ്രേമൻ, KV ബാലൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പത്രാധിപൻ എന്ന നിലയ്ക്ക് MTക്ക് നേരെ ചിലർ ആരോപണങ്ങൾ നിരന്തരം ഉന്നയിച്ചിരുന്നുവെങ്കിലും അവയ്ക്കെല്ലാം MT മൗനം കൊണ്ട് ശക്തമായ മറുപടി നൽകിയിരുന്നുവെന്ന് മാധ്യമപ്രവർത്തകൻ A സജീവൻ ബേപ്പൂർ പബ്ലിക് ലൈബ്രറിയുടെ MT അനുസ്മരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബേപ്പൂർ പബ്ലിക് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ MT അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു. MT എന്ന പത്രാധിപൻ എന്ന വിഷയത്തിൽ മാധ്യമപ്രവർത്തകൻ A സജീവൻ സംസാരിച്ചു. തന്നെക്കുറിച്ചുള്ള വ്യക്തിപരമായ പരാമർശങ്ങളിൽ ശരിയുണ്ടെന്ന് മനസ്സിലായാൽ യാതൊരു മടിയും കൂടാതെ അവ അംഗീകരിക്കാൻ MT എപ്പോഴും തയ്യാറാകുമായിരുന്നുവെന്ന് അദ്ദേഹം അനുസ്മരിച്ചു. എഡിറ്റർ എന്ന നിലയിൽ തനിക്ക് കിട്ടുന്നതെല്ലാം മുഴുവനായും വായിച്ച് വിലയിരുത്തുന്ന ശീലവും MTക്കുണ്ടായിരുന്നു. ഇതാണ് MTയെ ഒരു സമ്പൂർണ്ണ എഡിറ്ററാക്കിയത്. നിരവധി തവണ എഡിറ്റ് ചെയ്ത് ആറ്റി കുറുക്കിയതാണ് അദ്ദേഹത്തിന്റെ ഓരോ രചനകളെന്നും അദ്ദേഹം പറഞ്ഞു. ശത്രുക്കളെ കുറിച്ച് ഒരിക്കലും പരസ്യമായി പ്രതികരിക്കാത്ത ഒരാളാണ് MT. ഞാൻ ചോദിക്കുമ്പോൾ ആദ്യം പറയും, പക്ഷെ ഇതിന് 3 ഘട്ടങ്ങളിൽ അദ്ദേഹം എൻ്റെ അടുത്ത് ഈ ശത്രുക്കളെ കുറിച്ച് കഠിനമായ രൂപത്തിൽ പറഞ്ഞു. ഗ്രഹണ സമയത്ത് ഞാനൂറുകൾക്കും ചിലപ്പോൾ വിഷം വെക്കാറുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് വിശദീകരിക്കും. ഇതൊക്കെ അദ്ദേഹത്തിന്റെ ശത്രുക്കൾ ഓരോരുത്തരും ഏതൊക്കെ ആളുകളാണെന്ന് അവരോട് എത്രമാത്രം അദ്ദേഹത്തിന് മനസ്സിൽ വല്ലാത്ത പകയെന്ന് പറഞ്ഞൂടെ, പകയെന്ന് അദ്ദേഹം കാണിച്ചിട്ടുണ്ട്.
അവർ കാണിച്ച പകയോടുള്ള അദ്ദേഹത്തിന് വിഷമം എത്രമാത്രം ഉണ്ടെന്ന് എനിക്കറിയാം. ഞാനിത് പറഞ്ഞു വരുന്നത് അങ്ങനെ MP മരിച്ചപ്പോൾ ഇവരൊക്കെയാണ് സംസാരിക്കുന്നത്. MP എണ്ണി പറഞ്ഞ ശത്രുക്കൾ അവർ MP പ്രകീർത്തിക്കുന്ന കണ്ടെന്ന് ഞെട്ടി. മരിച്ചു കിട്ടിക്കഴിഞ്ഞാൽ എന്തും പറയാം എന്നുള്ളതാണ്. മുതിർന്ന മാധ്യമ പ്രവർത്തകനും സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകനുമായ MP പത്മനാഭൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രം അദ്ദേഹത്തെ മരണാനന്തര ബഹുമതിയായിട്ടാണ് ഈ രത്നവിഭൂഷൺ നൽകി ആദരിച്ചിരിക്കുന്നത്. വലിയ ചില്ലറ കാര്യമൊന്നല്ല. ലൈബ്രറി പ്രസിഡന്റ് M രാജഗോപാൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മുരളി ബേപ്പൂർ, P രവീന്ദ്രൻ, V ഹരിദാസൻ നമ്പ്യാർ, KP സുരേന്ദ്രനാഥ്, സുനിൽ പൊറ്റേക്കാട്ട്, PN പ്രേമരാജ്, P ജയചന്ദ്രൻ എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. പുതിയറ BM UP സ്കൂളിൽ ക്രിയാത്മക കൗമാരം, കരുത്തും കരുതലും എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് നടത്തി. ഡോക്ടർ യഹിയ ഖാൻ ക്ലാസിന് നേതൃത്വം നൽകി. പുതിയറ BEM UP സ്കൂൾ ജാഗ്രതാ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി ക്രിയാത്മക കൗമാരം, കരുത്തും കരുതലും എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് നടത്തി. ഡോക്ടർ യഹിയ ഖാൻ ക്ലാസിന് നേതൃത്വം നൽകി. കുട്ടികളുടെ ആരോഗ്യം, ലഹരി ഉപയോഗം, പ്രേമം, മാതാപിതാക്കളോടും അധ്യാപകരോടുമുള്ള കാഴ്ചപ്പാട് തുടങ്ങി നിരവധി കാര്യങ്ങൾ ഉൾപ്പെടുത്തിയായിരുന്നു ക്ലാസ്. വഴിതെറ്റുന്ന കൗമാരങ്ങളെ എങ്ങനെ നേർമാർഗത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്ന് അദ്ദേഹം ക്ലാസ്സിലൂടെ രക്ഷിതാക്കളെ ബോധ്യപ്പെടുത്തി. നിങ്ങൾ ഇനിയും മനസ്സിലാക്കേണ്ടത് എന്താ ചോദിച്ചാൽ, ഈ ടെക്നോളജി യുഗത്തിൽ കുട്ടികൾ വളരണമെങ്കിൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്കേ പറ്റുള്ളൂ. മാർക്കറ്റിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ഒരിക്കലും എഡ്യൂക്കേഷൻ മാത്രം പോരാ, അതിന്റെ കൂടെ കുട്ടികളുടെ കോൺഫിഡൻസ് കൂട്ടണം. ഇപ്പൊ കുട്ടികളുടെ കോൺഫിഡൻസ് നോക്കുകയാണെങ്കിൽ 10ൽ 3ൽ താഴെ കുട്ടികളെ കോൺഫിഡൻസ് ഉള്ള ഒരു ക്ലാസ്സിൽ 50 പിള്ളേരെ നോക്കിയാൽ 3 കുട്ടികൾക്ക് കോൺഫിഡൻസ് ഉള്ളൂ, ബാക്കിയുള്ള കുട്ടികൾക്കൊന്നും കോൺഫിഡൻസ് ഇല്ല. കോൺഫിഡൻസ് ഇല്ലാതെ വളരുന്നതിന് കാരണം എന്താ ചോദിച്ചാൽ, അവരെ നിങ്ങൾ ഈ പഴയ എഡ്യൂക്കേഷൻ കൊടുക്കുന്നു, ഫ്രണ്ട് പേജ് എഡ്യൂക്കേഷൻ. പ്രധാന അധ്യാപിക ലൈസമ്മ വർഗീസ് K സ്വാഗത ഭാഷണം നടത്തി. ഷജീർ ഖാൻ പയ്യാനം അധ്യക്ഷത വഹിച്ചു. ആശ ചാൾസ് നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചെമ്മനൂർ ഇന്റർനാഷണൽ ജുവലർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. പോർഫ ട്രസ്റ്റ് പാലിയേറ്റീവ് കെയർ കുടുംബ സംഗമവും കരൾ വൃക്കരോഗ നിർണയ ക്യാമ്പും ചേമഞ്ചേരിയിൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് സദീഖ് കിഴക്കയിൽ ഉദ്ഘാടനം ചെയ്തു. ബോധവൽക്കരണ ക്ലാസുകൾക്ക് ആരോഗ്യ മേഖലയിലെ വിദഗ്ധർ നേതൃത്വം നൽകി. കരൾ രോഗത്തെ പ്രതിരോധിക്കാൻ കോഴിക്കോട് ആസ്റ്റർ മിംസും ആസ്റ്റർ വളണ്ടിയേഴ്സും കേരളത്തിലെ വൃക്ക രോഗികളുടെ ക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന പോർഫ ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായാണ് ക്യാമ്പും കുടുംബ സംഗമവും നടത്തിയത്. ഉദ്ഘാടനം ചേമഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് സദീഖ് കിഴക്കയിൽ നിർവഹിച്ചു. നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിൽ പ്രയാസം അനുഭവിക്കുന്ന, യാതന അനുഭവിക്കുന്ന ആളുകളെ മൊത്തം നമ്മൾ ഏറ്റെടുക്കുന്നു എന്നുള്ള സന്ദേശമാണ് ഇത്തരത്തിലുള്ള സംഘടനകളുടെ പ്രവർത്തനം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ചേമഞ്ചേരി പഞ്ചായത്തിലുടനീളം കഴിഞ്ഞ 3 വർഷമായി പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന ട്രസ്റ്റ് പാലിയേറ്റീവ് കെയറിന്റെ കുടുംബ സംഗമത്തോടനുബന്ധിച്ചാണ് സൗജന്യ കരൾ വൃക്കരോഗ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ട്രസ്റ്റ് പാലിയേറ്റീവ് ചെയർമാൻ ഡോക്ടർ ഹമീദ് NK അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ ജനപ്രതിനിധികളും വിവിധ സന്നദ്ധ സംഘടനകളെ പ്രതിനിധീകരിച്ചുള്ള വ്യക്തികളും പോർഫ ഭാരവാഹികളും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കൊയിലാണ്ടി. നരുക്കിനി ബൈത്തുൽ-ഇസ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് PG ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ ഇസ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ 2ാം എഡിഷൻ ജനുവരി 29 മുതൽ 31 വരെ നടക്കും. കോളേജ് ഓഡിറ്റോറിയത്തിൽ PT റഹീം MLA ഉദ്ഘാടനം നിർവഹിക്കും. എല്ലാതരം കലാപരമായിട്ടും കായികപരമായിട്ടും എല്ലാം വളരെയധികം പ്രോത്സാഹനം നൽകുന്ന ഒരു സ്ഥാപനമാണിത്. ഇതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ വർഷം ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് ആദ്യമായി സംഘടിപ്പിച്ച ഇസ ലിറ്ററേച്ചർ ഫെസ്റ്റ് വളരെ വിജയകരമായിരുന്നു.
അതിന് പ്രചോദനം ഉൾക്കൊണ്ട് അതിനേക്കാൾ വിപുലമായിട്ട് ആണ് ഈ വർഷം സംഘടിപ്പിച്ചിരിക്കുന്നത്. കഥാകൃത്തുക്കൾ, കവികൾ, എഴുത്തുകാർ എന്നിവരെ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ ആദരിക്കും. ജോബി ജോസഫ്, രാജീവ് ശങ്കരൻ, മനില മോഹൻ തുടങ്ങിയവർ പങ്കെടുക്കും. അഴകിന്റെ അല പോലെ എന്ന മ്യൂസിക് സെഷനും അരങ്ങേറും. കവികളുടെ സംവാദങ്ങളും നടക്കും. സാഹിത്യ, മാധ്യമ, ബിസിനസ് രംഗങ്ങളിലെ പ്രമുഖർ പങ്കെടുക്കും. 8 സെഷനുകളിലായിട്ട് ഏകദേശം 14ഓളം അതിഥികൾ, ഗസ്റ്റുകൾ പങ്കെടുപ്പിക്കുന്ന ഒരു സെഷനുകളാണ്. ഓരോ സെഷൻ ഇതിനെ ഉദ്ഘാടനം ചെയ്യുന്നത് കുന്നമംഗലം MLA റഹീം സാഹിബാണ്. അതുപോലെ തന്നെ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് PK പാറക്കടകുന്ന കവിയാണ്. അതുപോലെ തന്നെ വ്യത്യസ്ത സെഷനുകളിലായിട്ട് 8 സെഷനുകളിൽ 14ഓളം വരുന്ന ഗസ്റ്റുകൾ സംബന്ധിക്കും. ഏകദേശം നമ്മുടെ കോളേജിൽ 1200 കുട്ടികളുണ്ട്. അതിൽ തന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ പങ്കെടുക്കുന്ന താല്പര്യമായ കുട്ടികളും ഡിപ്പാർട്ട്മെന്റിലെ 150ഓളം കുട്ടികളും അതോടൊപ്പം തന്നെ ഏകദേശം മറ്റ് കോളേജുകളിൽ നിന്ന് രജിസ്ട്രേഷൻ ചെയ്ത് വരുന്ന കുട്ടികളും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് ബുക്ക് ഫെയർ, അതുപോലെ തന്നെ സ്റ്റുഡൻസ് എക്സിബിഷന്, മറ്റുള്ള എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഇത് 2ാം വർഷമാണ് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നതെന്ന് പ്രൊഫസർ N. അബ്ദുറഹിമാൻ, ഷജീർ കുനിങ്ങാരം, നാദിയ, ഫത്തീമ ഫസീല എന്നിവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. റോട്ടറി ക്ലബ്ബ് കാലിക്കറ്റ് ഹൈലൈറ്റ് സിറ്റി ഡ്രീം റൺ 2025 മിനി മാരത്തൺ ഫെബ്രുവരി 2 കോഴിക്കോട്ട് നടക്കും. റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ സന്തോഷ് ശ്രീധർ ഫ്ളാഗ് ഓഫ് ചെയ്യും. ഒറ്റത്തവണ മാത്രം ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് കുപ്പിയുടെ ഉപയോഗം കുറയ്ക്കുക, സ്വന്തം കുപ്പി കരുതുക എന്ന സന്ദേശം നൽകിയാണ് ഇത്തവണ മിനി മാരത്തൺ നടത്തുന്നത്. ബോട്ടിലിൽ ഉള്ള വെള്ളത്തിന്റെ ക്വാളിറ്റിയും അതുകൂടാണ്ട് ഈ ബോട്ടിലിൽ മൈക്രോ പ്ലാസ്റ്റിക് എന്നൊരു ഘടകം ഈ ബോട്ടിൽ വേസ്റ്റൊക്കെ നമ്മൾ വെച്ച് ഉപയോഗിക്കുമ്പോൾ വെള്ളത്തിൽ കലരുകയും ആ വെള്ളം കുടിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന അസുഖങ്ങൾ, ക്യാൻസർ വരെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അത് കൂടാണ്ട് ഉണ്ടാകുന്ന പ്ലാസ്റ്റിക് വേസ്റ്റ്, ഇതെല്ലാം തടയാൻ നമുക്ക് ചെറിയൊരു മെസ്സേജ് ഒരു മെസ്സേജ് നമ്മൾ വന്നിട്ടുള്ളത്. ഇപ്പോൾ ക്യാരി യുവർ ഓൺ ബോട്ടിൽ, നിങ്ങൾ സ്വന്തം ബോട്ടിൽ പറ്റുമ്പോൾ കൊണ്ടുപോകാം, പറ്റാത്തപ്പോൾ മാത്രം മിനറൽ വാട്ടറോ അല്ലെങ്കിൽ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ബോട്ടിൽ ഉപയോഗിക്കുക. അതുകൊണ്ട് നമ്മുടെ ഹെൽത്തി ആകാനും പറ്റും, നമുക്ക് പ്ലാസ്റ്റിക് വേസ്റ്റ് നല്ലോണം കുറയ്ക്കാനും പറ്റും. 10 കിലോമീറ്റർ വിഭാഗത്തിലുള്ള മിനി മാരത്തോൺ, 3 കിലോമീറ്റർ വിഭാഗത്തിലുള്ള ഫൺ റൺ എന്നിവയാണ് ഡ്രീം റൺ 2025 മത്സര ഇനങ്ങൾ. രജിസ്ട്രേഷൻ ഓൺലൈൻ വഴിയാണ്. മാരത്തോൺ വിജയികൾക്ക് ക്യാഷ് പ്രൈസുകളും പങ്കെടുക്കുന്ന എല്ലാവർക്കും സൗജന്യമായി ടീഷർട്ടുകളും ഫിനിഷർ മെഡലുകളും സർട്ടിഫിക്കറ്റുകളും ലഭിക്കും. കോഴിക്കോട് ബീച്ചിൽ നിന്നും ആരംഭിച്ച് ഗുജറാത്തി സ്കൂളിന് എതിർവശത്തുള്ള അത്താണിക്കൽ ബീച്ച് റോഡിലേക്ക് ഓടി തിരികെ മടങ്ങുന്ന രീതിയിലാണ് മിനി മാരത്തോൺ ക്രമീകരിച്ചിട്ടുള്ളത്. 700-ലധികം പേർ മാരത്തോണിൽ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി റോട്ടറി ക്ലബ്ബ് കാലിക്കറ്റ് ഹൈലൈറ്റ് സിറ്റി ഭാരവാഹികളായ ഡോക്ടർ സുനിൽ രാജേന്ദ്രൻ, വിനോദ് പോൾ, ഡോക്ടർ സജീവൻ തറയിൽ, മധുകർ, സെറീന ഇക്ബാൽ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഉള്ളേരി പാലോറമലയിൽ ചെങ്കൽ ഖനനം അനുവദിക്കില്ലെന്ന് പാലോറമല സംരക്ഷണ സമിതി. പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സ്റ്റേറ്റ് NPS എംപ്ലോയീസ് കളക്ടീവിന്റെ മഹാറാലി കോഴിക്കോട്ട്. ദേശീയ വോട്ടർ ദിനത്തോടനുബന്ധിച്ച് ജില്ലാ ഭരണകൂടത്തിന്റെ ആഭിമുഖ്യത്തിൽ മാനാഞ്ചിറയിൽ കാൻഡിൽ ലൈറ്റ് മാർച്ച്. പൗരനെ പ്രജയാക്കി മാറ്റുന്ന ഭരണകൂടങ്ങളെ കരുതിയിരിക്കണമെന്ന് സാഹിത്യകാരൻ കൽപ്പറ്റ നാരായണൻ. MTക്ക് നേരെ വന്ന ആരോപണങ്ങൾക്ക് അദ്ദേഹം മൗനത്തിന്റെ ഭാഷയിൽ ശക്തമായ മറുപടി നൽകിയിരുന്നുവെന്ന് മാധ്യമപ്രവർത്തകൻ A. സജീവൻ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.